ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റെസിപ്പി കുറുകിയ രീതിയിലുള്ള ഒരു മീൻ കറിയും വ്യത്യസ്തമായ രീതിയിലൊരു മീൻ ഫ്രൈയും കൂടിയാണ്. എപ്പോഴും മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരേ രീതിയിലായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് വ്യത്യസ്തമായ രീതിയിലൊരു മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് അയിലയാണ്. അപ്പോൾ 2 അയില ഫ്രൈ ചെയ്തിട്ടും 2 അയില കറി വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി മസാലക്കൂട്ട് തയ്യാറാക്കുക. അതിനുവേണ്ടി ഒരു മിക്സർ ജാറിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 4 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 4 വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ എന്ന അളവിൽ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരഞ്ഞെടുത്ത അയിലയുടെ മുകളിലേക്ക് മസാലക്കൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ എന്ന അളവിൽ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറായിരിക്കും. ഇനി നമുക്ക് എല്ലാ മസാലയും കൂടി ചേർത്തിട്ട് ഇതേപോലെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. മസാല തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നമുക്കതിൽ മസാല പിടിക്കാത്ത പോലെ തോന്നും, പക്ഷേ ഈ മസാലയോട് കൂടിയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റ് തന്നെയാണ്. ഇനി അത് അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറുകിയ രീതിയിൽ എങ്ങനെ മീൻ വറ്റിച്ചെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ 3 ടീസ്പൂൺ എന്ന അളവിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 10-12 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞെടുത്ത് നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളനെ അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി നല്ലപോലെ മിക്സർ ജാറിൽ അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3-4 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് 1/2 ടീസ്പൂൺ അളവാണ്, അതുകൊണ്ട് 1/4 ടീസ്പൂൺ എന്ന അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ എന്ന അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കളറുള്ള മുളക് പൊടിയാണ്. കറി വെച്ച് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. 3-4 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3 കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുടംപുളിയുടെ പകരം നിങ്ങൾക്ക് സാധാ പുളിയും വേണമെങ്കിൽ ഒഴിക്കാം. പക്ഷേ കുടംപുളി എടുക്കുമ്പോൾ കുതിർത്തി വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കറി കാണാൻ ഭംഗി ഉണ്ടാവില്ല, ചെറുതായിട്ടൊരു കറുത്ത കളറായിരിക്കും. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് എന്നളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി എങ്ങനെ മീൻ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ എന്ന അളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. മസാല പുരട്ടി വെച്ച് മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മസാലകളൊക്കെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചും ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. കാണുമ്പോൾ മസാല പിടിക്കാത്ത പോലെ ഉണ്ടാവും, പക്ഷെ നല്ല എരിവും നല്ലൊരു ഫ്ലേവറും ഒക്കെയാണ്. എപ്പോഴും ഫ്രൈ ചെയ്തതിനേക്കാളും നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനെ ചെയ്യുമ്പോൾ മത്തിയും അയലയ്ക്കാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഈ 2 റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് വരാം.